ഇടുക്കി അടിമാലി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 5-ാം മൈൽ, 6-ാം മൈൽ, 3-ാം മൈൽ ആദിവാസി മേഖലകളിൽ കാട്ടാന ശല്യം അതിരൂക്ഷമെന്നാണ് നാട്ടുകാരുടെ പരാതി. കാട്ടാനകൾ ജനവാസ മേഖലയിലേക്ക് എത്താതിരിക്കാൻ വനംവകുപ്പ് പ്രതിരോധ മാർഗങ്ങൾ ഒന്നും ഒരുക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. നേര്യമംഗലം വനമേഖലയുമായി ചേർന്ന് കിടക്കുന്ന ആദിവാസി മേഖലകളാണ് അടിമാലി പഞ്ചായത്ത് പരിധിയിൽ വരുന്ന 5-ാം മൈൽ, 6-ാം മൈൽ, 3-ാം മൈൽ ആദിവാസി നഗറുകൾ. കുറച്ചു നാളുകളായി ഇവിടെ കാട്ടാന ശല്യം അതിരൂക്ഷമാണ്. വേനൽക്കാലമെന്നോ മഴക്കാലമെന്നോ വ്യത്യാസമില്ലാതെ കാട്ടാനകൾ ജനവാസ മേഖലകളിൽ ഇറങ്ങുന്നു. പലപ്പോഴും തലനാഴിരയ്ക്കാണ് പ്രദേശവാസികൾ കാട്ടാനാക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. രാത്രികൾ കാലങ്ങളിൽ ഇവിടെ നാട്ടുകാർക്ക് കിടന്നുറങ്ങാനോ സുരക്ഷിതമായിട്ട് വീട്ടിൽ പാർപ്പിടാൻ സുരക്ഷിതമായിട്ട് അവിടെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ് ഇല്ല ഇതുവരെയായിട്ട്. അതിൻ്റെ ഭാഗത്തുനിന്ന് ഫോറസ്റ്റുകാരൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇവിടെ രാത്രി കാലങ്ങളിൽ ആനകൾ പറമ്പിലിറങ്ങി കൃഷിനാശങ്ങൾ ഉണ്ടാക്കുകയും അല്ലാതെ വീട്ടിലേക്ക് അക്രമശക്തരായി വരികയും ചെയ്യുകയാണ് വർഷങ്ങൾ തോറും. എന്തായാലും കുടിയിലേക്ക് ഇറങ്ങുമെന്നുള്ളതിനത് കൺഫേം ആയിട്ടുള്ള കാര്യമാണ്. കാട്ടാനകൾ വീടിന്റെ മുറ്റത്തും കൃഷിയിടങ്ങളിലും വരെ എത്തും. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനകൾ കൃഷി നശിപ്പിക്കുന്നതും പതിവാണ്. ഇതിൻ്റെ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ കുടികളിലൊക്കെ കുറേ ആൾക്കാരെ കൊന്ന ന്യൂസ് വരെ ഞങ്ങളിവിടെ അറിയാറുണ്ട്. ബാക്കിയുള്ള നാട്ടുകാരെല്ലാവരും ഇവിടെ കുട്ടികളും കുടുംബങ്ങളായിട്ട് കുറച്ച് വീടേ ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇവരെല്ലാവരും ഒട്ടേറെ പേടിച്ച് വിറച്ച് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത്. ആനകളെ പ്രതിരോധിക്കാൻ വർഷങ്ങൾക്ക് മുൻപൊരുക്കിയ കിടങ്ങുകൾ ഇതിനോടകം തന്നെ നികന്നതായും വൈദ്യുതി വേലികൾ തകർന്നതായും പ്രദേശവാസികൾ പറയുന്നു. ഞങ്ങൾ എന്തായാലും ഇവിടെ ഭീതി പകർത്തിയാണ് ഇവിടെ താമസിക്കുന്നത്. വർഷങ്ങളായിട്ട് ഞങ്ങളിത് അനുഭവിക്കുന്നതാണ്. അപ്പം നിങ്ങൾക്ക് പരമാവധി ഞങ്ങൾക്കതൊന്ന് റെഡിയാക്കി തരിക. ഹാങ്ങിങ് വൈദ്യുതി വേലികൾ ഉൾപ്പെടെ ആധുനിക സംവിധാനങ്ങൾ മേഖലയിൽ സ്ഥാപിക്കുമെന്ന് വനം വകുപ്പ് ഉറപ്പ് നൽകിയെങ്കിലും ഇതുവരെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ന്യൂസ് മലയാളം, ഇടുക്കി.